ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ യുവജന ദിനം. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ 3000 യുവജനങ്ങളുമായി സംവദിക്കും. രാജ്യത്ത് മയക്കുമരുന്നിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഊർജിതം. ശബരിമല മകരവിളക്കിനൊരുങ്ങി സന്നിധാനവും പരിസരവും. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15-അംഗ പുരുഷ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് രാജ്യം യുവജന ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3000 യുവജനങ്ങളുമായി സംവദിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളെ ഇന്ത്യയുടെ വികസന യാത്രയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രധാന സംരംഭമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷ ഖഡ്സെ എഴുതിയ ലേഖനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിസംബോധന ചെയ്തു. യുവാക്കൾക്കായി കേന്ദ്ര സർക്കാർ വിവിധ വാർഷിക നേതൃത്വ സാമൂഹ്യ സേവന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പരിപാടിയിൽ ISRO ചെയർമാൻ S. സോമനാഥ്, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, മുൻ G20 ഷെർപ്പെ അമിതാഭ് കാന്ത് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ യുവാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകും. കേരളത്തിൽ നിന്നും 39 പേരടങ്ങുന്ന പ്രതിനിധി സംഘം വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തൃശൂർ ജില്ലയിൽ നിന്നുള്ള NSS വോളണ്ടിയർ ഹരിനന്ദൻ PA ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. 39 പേരടങ്ങുന്ന ടീമാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആശയവിനിമയം ചെയ്യാനും എന്റെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. എംപവറിംഗ് യൂത്ത് ഫോർ വികസിത് ഭാരത് എന്നൊരു തീം വെച്ചിട്ടാണ് ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്നതും പ്രധാനമന്ത്രിയോട് എന്റെ ആശയം വിനിമയം ചെയ്യുന്നതും. ഇതിലേക്ക് എനിക്ക് അവസരം ലഭിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കി തന്ന മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിനും NSSനും ഞാൻ എന്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കശ്മീർ സന്ദർശിക്കും. സോനാമാർഗ് തുരങ്കപാത അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള സോനാമാർഗ് തുരങ്കപാത പദ്ധതി 2700 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിർദ്ദിഷ്ട പാത ശ്രീനഗറിനും സോനാമാർഗിനുമിടയിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിധത്തിൽ ലേയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തും. നിർമ്മാണ തൊഴിലാളികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സർക്കാർ രാജ്യത്ത് മയക്കുമരുന്നിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ മയക്കുമരുന്ന് കടത്തും ദേശീയ സുരക്ഷയും സംബന്ധിച്ച മേഖലാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർശന നടപടികളിലൂടെ മയക്കുമരുന്നിന്റെ ഉറവിടം നശിപ്പിക്കുന്നതിനുള്ള ശക്തമായ സന്ദേശം സർക്കാർ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകരെയും സഞ്ചാരികളെയും സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. നാളെയാണ് കുംഭമേളയ്ക്ക് തുടക്കമാവുക. ഫെബ്രുവരി 26 വരെ നീളുന്ന കുംഭമേളയോടനുബന്ധിച്ച് 10,000-ൽ പരം ട്രെയിനുകളും 350-ലേറെ ബസ്സുകളുമാണ് പ്രത്യേക സർവീസ് നടത്തുന്നത്. അമൃത് സ്ഥാനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ശുദ്ധവായുവും ആരോഗ്യകരമായ അന്തരീക്ഷവും ഉറപ്പാക്കാൻ പ്രയാഗ്രാജിന്റെ വിവിധ സ്ഥലങ്ങളിൽ മിയാവാക്കി വനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ശബരിമല മകരവിളക്കിനൊരുങ്ങി സന്നിധാനവും പരിസരവും. മകരസംക്രമ പൂജയ്ക്കായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നുച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 12 വരെ ഭക്തർക്ക് ആഭരണങ്ങൾ കണ്ടു തൊഴാൻ അവസരമുണ്ട്. ഈ മാസം 14-നാണ് മകരവിളക്ക്. ഇടുക്കിയിൽ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ മകരവിളക്ക് ദർശന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യുവാക്കളാണ് ഭാരതത്തെ നയിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മലപ്പുറം തിരൂരിൽ ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സമസ്ത മേഖലയിലും തലമുറ മാറ്റം ആവശ്യമാണെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. സമ്മേളനം ഇന്ന് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 29 സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടിക BJP പുറത്തിറക്കി. മുൻ MLA കപിൽ മിശ്ര കരവൽ നഗറിൽ നിന്നും, ഹരീഷ് ഖുറാന മോട്ടി നഗറിൽ നിന്നും, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJPയിൽ ചേർന്ന പ്രിയങ്ക ഗൌതം കോൺലയിൽ നിന്നും മത്സരിക്കും. നേരത്തെ 29 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പാർട്ടി പുറത്തിറക്കിയിരുന്നു. 2047ഓടെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സമഗ്ര വികസനം, നിയമപരിഷ്കാരങ്ങൾ, അടിസ്ഥാന സൌകര്യം തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപം വലിയ പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പൂനെ പബ്ലിക് പോളിസി ഫെസ്റ്റിവലിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിയും അദ്ദേഹം എടുത്തു പറഞ്ഞു. രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഈ സ്ഥിതി തുടരും. അസം, മേഘാലയ, ഒഡീഷ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ ഇടിയോടുകൂടിയ ശക്തമായ മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. മീററ്റിലെ IIMT സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെ അഭിലാഷങ്ങളും അർപ്പണബോധവും ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യക്തിത്വത്തെ പുനർനിർവചിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. वर्ष 2047 तक भारत को विकसित देश बनाने का लक्ष्य तय किया है. इस राष्ट्रीय संकल्प की सिद्धि और लक्ष्य की प्राप्ति में आपकी पीढ़ी के द्वारा किया गया काम निश्चित रूप से निर्णायक भूमिका अदा करेगा, ऐसा मेरा पक्का विश्वास है. आपके द्वारा देखे गए सपने, आपकी नई सोच और आपके द्वारा किए गए काम भारत को दुनिया में एक नई पहचान दिलाने का काम करेंगे. ഇന്ത്യ അയർലൻഡ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഗുജറാത്തിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റ് വിജയം നേടിയിരുന്നു. ഈ മാസം 15-നാണ് പരമ്പരയിലെ മൂന്നാം മത്സരം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15-അംഗ പുരുഷ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഈ മാസം 22-ന് കൊൽക്കത്തയിൽ ആരംഭിക്കുന്ന പരമ്പരയിൽ 5 മത്സരങ്ങളാണ് ഉള്ളത്. സൂര്യകുമാർ യാദവ് നേതൃത്വം നൽകുന്ന ടീമിൽ മുഹമ്മദ് ഷമി തിരിച്ചെത്തിയിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസണും പട്ടികയിൽ ഇടം നേടി. T20 പരമ്പരയ്ക്ക് പിന്നാലെ 3 ഏകദിനങ്ങളും ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട്. അതിനിടെ അടുത്ത മാസം 19-ന് ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ തിരഞ്ഞെടുക്കാൻ BCCI സാവകാശം തേടിയതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ മോഹൻ ബഗാന് ജയം. ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ബഗാന്റെ വിജയം. ബംഗളൂരുവിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മുഹമ്മദൻ SC ബംഗളൂരു FCയെ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഒക്ടോബർ 25-ന് കേരളത്തിലെത്തുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. നവംബർ 2 വരെ കേരളത്തിൽ തുടരുന്ന മെസ്സി ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പത്തനംതിട്ടയിൽ 18 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്ത 5 കേസുകളിലായി 14 പേർ പോലീസ് പിടിയിൽ. സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി നൽകാൻ പത്തനംതിട്ട SPക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഈ മാസം 14, 15 തീയതികളിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുമെന്ന് മന്ത്രി R ബിന്ദു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ യുവജന ദിനം. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ 3000 യുവജനങ്ങളുമായി സംവദിക്കും. രാജ്യത്ത് മയക്കുമരുന്നിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിൽ യുവാക്കൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഊർജിതം. ശബരിമല മകരവിളക്കിനൊരുങ്ങി സന്നിധാനവും പരിസരവും. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15-അംഗ പുരുഷ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.